എവിടേക്ക് പോണേ? എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? എന്നാൽ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ദാന്ന് പറയുന്ന പോലെയല്ലേ സമയം പോണേ. നമ്മളത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാട്ടോ. അവിടെ ശതചണ്ഡിക യാഗത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെത്തിയത്. യാഗശാലയിൽ ഫോണൊന്നും അലൗഡഡ് ആയിരുന്നില്ല. യാഗത്തിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ ബാക്കി സമയം ചെലവഴിച്ചു. അമ്പലത്തിന് തന്നെ ഗസ്റ്റ് ഹൗസായ ചിത്രമൂലയിലായിരുന്നു നമ്മുടെ താമസം. ഒരു 3:30-4 മണിയോടുകൂടി നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ്റെ സഹായത്തോടു കൂടിയാണ് ഏതൊരു വേദിയിലും പെർഫോമൻസിനായിട്ട് ഇറങ്ങുന്നത്. എന്നാൽ ഇത്തവണ ഞാനും അമ്മയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാട്ടോ റെഡിയാവുന്നത്. ഇതുപോലുള്ളൊരു യാഗത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പെർഫോമൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കൃത്യം 6:30 മണിയായപ്പോൾ നമ്മൾ റെഡിയായി നമ്മൾ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇതുപോലെ അടുത്ത ദിവസവും എനിക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു.